ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ സഭ ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ ശൂനോയോ നോമ്പും 15-ാം തീയതി കന്യാമറിയാമിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളായും ആചരിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് 15-ാം തീയതി രാജ്യം സ്വാതന്ത്ര്യദിനമായും കൊണ്ടാടുന്നു. ദൈവപുത്രന് ജന്മം നൽകാൻ തെരഞ്ഞെടുക്കപ്പെട്ട മറിയ ദൈവദൂതൻ്റെ വാക്കുകൾ കേട്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചതായി നാം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. യേശുവിൻ്റെ അമ്മ മറിയയുടെ സമർപ്പണവും സ്വാർത്ഥതയില്ലാത്ത ജീവിതവും നമുക്ക് മാതൃകയാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൂതൻ അറിയിച്ചത് മുതൽ കാൽവറിയിലെ മരണം വരെ ഈ അമ്മ അനുഭവിച്ച വേദനകളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച മാതൃക നമുക്ക് പിൻപറ്റാവുന്നതാണ്. അതിനുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോയമ്പുകാലത്ത് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദൈവസ്നേഹമാണ്. വേദപുസ്തകത്തിൽ കാണുന്ന ദൈവസ്നേഹം വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചിരിക്കുന്നതല്ല, വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. ദൈവം സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. കുരിശുമരണത്തിലൂടെ കർത്താവ് തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചതായി റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ദൈവം എന്തിനു വേണ്ടി നമ്മെ സ്നേഹിക്കുന്നുവെന്ന് അറിയുന്നില്ല. സ്നേഹമെന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങളെ അന്വേഷിക്കുക എന്നതാണ്. സ്നേഹം ക്ഷണിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം നിഗളിക്കുന്നില്ല, ചേർക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, സ്വാർത്ഥതയില്ല. സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, പ്രത്യാശിക്കുന്നു എന്നൊക്കെയാണ് സ്നേഹത്തെപ്പറ്റി 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർ സ്നേഹത്തിൻ്റെ പ്രതികരണമായി ദൈവത്തെ സ്നേഹിക്കണം. കർത്താവ് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്താണ് ജീവിച്ചത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നതും നാം ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവമക്കൾ തമ്മിൽ സ്നേഹിക്കുന്നതുമാണ് ദൈവസ്നേഹം. ദൈവസ്നേഹത്തെപ്പറ്റി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. പുത്രനിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവിൻ്റെ കുരിശുമരണത്തിലൂടെ നമ്മളോടുള്ള ദൈവസ്നേഹം പ്രകടമാകുന്നു. കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്ന ഏവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവസ്നേഹത്തിൻ്റെ ഭാഗമാകുവാൻ ദൈവകൃപ ചെയ്യുന്നതായി റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നു. ദൈവത്തെ നാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നാണ് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം ഒരു മനുഷ്യനെ അവൻ്റെ പൂർണ്ണതയിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. നാം നമ്മുടെ സഹോദര വർഗത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിച്ച അബ്രഹാമിന് മലമുകളിൽ ഇസാക്കിന് പകരം യാഗത്തിനായി ഒരു ആട്ടിൻകുട്ടിയെ കരുതിയിരുന്നുവെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി സ്നേഹസമ്പന്നനായ ദൈവം കരുതുന്നു. നാം പൂർണ്ണ ഹൃദയത്തോടെ വേണം ദൈവത്തെ സ്നേഹിക്കാൻ. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത് എന്നതാണ് ക്രിസ്തീയ ജീവിതത്തിലെ അടിസ്ഥാന വിഷയം. അന്യോന്യം സ്നേഹിക്കണം എന്നത് ഒരു കൽപ്പനയായിട്ടാണ് 1 യോഹന്നാൻ 4-ാം അധ്യായം 21-ാം വാക്യത്തിൽ കാണുന്നത്. ജീവിതത്തിൽ പ്രതികൂലമായതും നിന്ന ആയതും ആക്ഷേപമായതും നന്മയാക്കി തീർക്കുന്ന ദൈവത്തെയാണ് നാം സ്നേഹിക്കുന്നത് അഥവാ ആരാധിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിയുന്നു എന്നാണ് നാം 1 കൊരിന്ത്യർ 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നത്. കർത്താവ് ആ കുടുംബത്തെ സ്നേഹിച്ചതുകൊണ്ടാണ് അവരോടൊപ്പം കർത്താവ് കരഞ്ഞതായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കാണുന്നത്. കാൽവറിയുടെ കുലക്കളത്തിൽ 3 ആണിയാൽ തറയ്ക്കപ്പെട്ട് അവസാന തുള്ളി രക്തം വരെ കൊടുത്ത് നമ്മെ സ്നേഹിച്ച കർത്താവിനെ നാം എപ്പോഴും സ്നേഹിക്കണം. ദൈവസ്നേഹം നമ്മെ എല്ലാ ഭയങ്ങളിൽ നിന്നും വിടുവിക്കുന്നു. ശരിയായിട്ടുള്ള ദൈവസ്നേഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവിടെ ഭയത്തിന് ഇടമില്ല.
മറ്റൊരാളുടെ സാഹചര്യവും അവരുടെ സന്തോഷവും സങ്കടവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത്. ദൈവസ്നേഹം അറിയുക മാത്രമല്ല, അതിൽ വളരേണ്ടതും ആവശ്യമാണ്. ഈ സ്നേഹത്തിൻ്റെ എല്ലാ വശങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണുവാനും അന്യോന്യം സ്നേഹിച്ച് ജീവിക്കുവാനും വേണ്ട ദൈവകൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തൻ അതിനായി നമ്മെ സഹായിക്കട്ടെ. ആമേൻ.